ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ നവോത്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ കായംകുളം എരുവ മാവിലേത്ത് സ്കൂളിൽ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനം നൽകലും ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചു. ചടങ്ങിൽ സഹകരണ എക്സൈസ് വകുപ്പ് മന്ത്രി M. ലിജു ഉദ്ഘാടനം നിർവഹിച്ചു. ആറാട്ടുപുഴ വേലായുധപ്പണിക്കരുടെ ജീർണിച്ച കല്ലിശ്ശേരി തറവാട് സാംസ്കാരിക വകുപ്പിനെ കൊണ്ട് ഏറ്റെടുപ്പിച്ച് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് ലിജു പറഞ്ഞു. കൃഷ്ണപുരം യുവജന സംഘടന ഗ്രന്ഥശാല ആൻഡ് വായനശാലയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പ്രൊഫസർ S. ഗുപ്തൻ നായർ സ്മാരക മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തു. ഇതോടൊപ്പം വനിതാ സംഗമവും സംഘടിപ്പിച്ചു. എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രി M. ലിജു ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ കുട്ടിയെ ഒരിക്കലും പാഠപുസ്തകങ്ങളിൽ അടച്ചിടരുത്, ഒരു മുറിക്കകത്ത് അടച്ചിടരുത്. പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ പഠിക്കുന്നതോടൊപ്പം കളിക്കാനും പറയണം. വീട്ടിൽ പരസ്പരം സംസാരിക്കാനും അയലത്തുകാരോട് സംസാരിക്കാനും തയ്യാറാകണം. ഒരു ഗെയിമുകളിൽ കൂട്ടം ചേർന്ന് പരസ്പരം ഒരു സോഷ്യൽ ഇൻറ്ററാക്ഷനുള്ള കഴിവുകൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ ഭാവിയിലെ ചലഞ്ചുകളെ, ഭാവിയിലെ മത്സരങ്ങളെ നേരിടാൻ അവർക്ക് സാധിക്കുകയുള്ളൂ, അഡാപ്റ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ഇവിടെ ഇരിക്കുന്ന, എൻ്റെ മുമ്പിലിരിക്കുന്ന പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ ജീവിതത്തിൽ വിജയം നേടാൻ ആവശ്യമായ എല്ലാ കഴിവുകളും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മുന്നോട്ടുള്ള പാത എന്നത് വിജയം മാത്രമല്ല. ഇന്ന് നമ്മൾ വിജയിച്ചു, നാളെ നമ്മൾ ചിലപ്പം വിജയിക്കണമെന്നുണ്ടോ? ഇല്ല. വിജയത്തെയും പരാജയത്തെയും ഒരുപോലെ കാണാനുള്ളൊരു മാനസികാവസ്ഥ കൂടി വേണം. നമ്മൾ നടന്നു പോകുന്ന വഴികളിൽ റോസാതലങ്ങൾ മാത്രമല്ല, ഇവിടെ കല്ലുമുണ്ട്, മുള്ളുമുണ്ട്. സമൂഹത്തിൽ ശരി മാത്രമല്ല, തെറ്റുമുണ്ട്. സമൂഹത്തിൽ ധർമ്മം മാത്രമല്ല, അധർമ്മമുണ്ട്. ഇതിനെല്ലാം തിരിച്ചറിയുന്നിടത്താണ് കാര്യം. ഏതാണ് ശരി, ഏതാണ് തെറ്റെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പം ഇന്നലെ ലോക മയക്കുമരുന്ന് വിരുദ്ധ ദിനമായിരുന്നു. ജൂൺ മാസം 26-ാം തീയതി ലോക മയക്കുമരുന്ന് ദിനമല്ലേ? 1987 മുതൽ ഐക്യരാഷ്ട്രസഭ ആചരിച്ചു വരുന്ന ദിനമാണ് ലോക മയക്കുമരുന്ന് വിരുദ്ധ ദിനം. ഇത്തവണ അത് കൂടുതൽ പ്രസക്തമായി. മയക്കുമരുന്ന് വിരുദ്ധ ദിനമായിട്ട് ഈ ജൂൺ 26-നെ ആഘോഷിക്കുന്നതിന് ഒരു കാരണമുണ്ട്. അതായത് മയക്കുമരുന്നിൻ്റെ ഭീഷണി ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. മയക്കുമരുന്ന് നമ്മുടെ നാടിനെ കീഴടക്കൊണ്ടിരിക്കുക. മയക്കുമരുന്നിന് അടിമപ്പെടുന്നവർ മനുഷ്യരല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരൊറ്റ നിമിഷം കൊണ്ട് മൃഗമായി മാറുകയാണ്. അവർക്ക് പിന്നെ തിരിച്ചുവരവ് വളരെ അപൂർവമാണ്. ഡി അഡിക്ഷനൊക്കെ വിധേയമാണെങ്കിലും അവരുടെ തലച്ചോറിലുണ്ടാകുന്ന മാറ്റം വളരെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. നാട്ടിൽ നടക്കുന്ന കൊലപാതകങ്ങൾ, വാഹനാപകടങ്ങൾ, അതിവേഗത്തിൽ നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ തൊട്ടു മുമ്പിലൂടെ അതിവേഗത്തിൽ പോകുന്ന വാഹനങ്ങൾ നമ്മൾ കാണുന്നു. ഒരു നിയന്ത്രണമില്ലാതെ പോകണം. കാരണം വേറെ ലോകത്താണ്. മരണമടയുന്നു, പരിക്കേൽക്കുന്നു, പരസ്പരം കുത്തിക്കൊല്ലുന്നു. അപ്പോൾ ഇതിനൊക്കെതിരെ കുഞ്ഞുങ്ങൾ തീർച്ചയായിട്ടും തിരിച്ചറിവ് ഉണ്ടാവേണ്ടതുണ്ട്. നിങ്ങൾ അതിൻ്റെ കൂടി ഗുഡ് വിൽ അംബാസഡറായി മാറണം. മയക്കുമരുന്നിനെതിരായിട്ട് കൂട്ടുകാരോട് പറയണം. അങ്ങനെ ആരെങ്കിലും ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ തീർച്ചയായിട്ടും സ്കൂൾ അധികൃതരെ ഉൾപ്പെടെ അറിയിക്കേണ്ടതുണ്ട്. കൃഷ്ണപുരം ഗവൺമെന്റ് UPSഉം വായനശാലയും സംയുക്തമായി സംഘടിപ്പിച്ച വായനാ മത്സരത്തിലെ വിജയികൾക്ക് പുരസ്കാരവും മന്ത്രി സമ്മാനിച്ചു. വായനശാല പ്രസിഡന്റ് K. ശ്രീകുമാർ അധ്യക്ഷനായി. നഗരസഭാംഗം S. വാമാക്ഷി, താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി CNN നമ്പി, വായനശാല സെക്രട്ടറി അഡ്വക്കേറ്റ് CA അരുൺകുമാർ, KR വിജയകുമാർ, MV ലാൽ, രാജേഷ് കമ്മത്ത്, R. സുനിൽകുമാർ, കണ്ണൻ നായർ, G. മധുസൂദനൻ, ലക്ഷ്മി ചന്ദ്രൻ, സ്മിത അജയ്, ശ്രീദേവി അജയകുമാർ, രാധിക വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.